ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഗിഫ്റ്റ് ഒക്കെ കുറെ കിട്ടിക്കല്ലോ. മാഷാ അല്ലാഹ്. കാര്യങ്ങളുണ്ട്, നല്ല ജെന്യൂൻ ആയിട്ടുള്ള. ഞാനിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ആയപ്പോ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കാണ്, ജീവിതത്തിൽ നമ്മുടെ രണ്ട് വലിയ ഒരു അത്ഭുതത്തിന്റെ ഇടയിലുള്ള ഒരു പ്രോസസ് ആണ് ജീവിതം. ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയ്ക്ക് നമുക്കൊരു റോളില്ലല്ലോ. അതെ, ജനനത്തിലും ഇല്ല മരണത്തിലും ഇല്ല. ജനിച്ചു വീഴുന്ന അന്ന് അല്ലെ നമ്മൾ കരയുകയും കൂടെ നിൽക്കുന്നവർ ചിരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ജനനം. അതേപോലെ നമ്മുടെ നന്മകൾ കൊണ്ട് സമൃദ്ധമാണെങ്കിൽ നമ്മൾ ചിരിക്കുകയും നോക്കി നിൽക്കുന്നവർ കരയുകയും ചെയ്യുന്ന ദിവസത്തിന്റെ പേരാണ് മരണം. ഇതിന്റെ ഇടയിലുള്ള കുറഞ്ഞൊരു സമയമാണ് ജീവിതം എന്ന് പറയുന്നത്. ഇബ്നു ഉമർ തങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഒരു കഥ പറയുന്നു. റസൂലിന്റെ രണ്ട് ചുമല് പിടിച്ചിട്ട് പറഞ്ഞു, കുൻ ഫിദ്ദുന്യ കഅന്നക ഗരീബ്. നീ ദുനിയാവിൽ ഒരു പ്രവാസിയെ പോലെ ആവുക, ഔ ആബിർ സബീൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വഴിയാത്രക്കാരനെ പോലെ നീ ആവുക. അതെ, ഒരു പ്രവാസി എപ്പോഴും ആഗ്രഹിക്കുന്നത് പോയി നാട്ടിൽ പോകണം, തിരിച്ചു പോകണം. ഒരു വഴിയാത്രക്കാരൻ വിശ്രമിക്കുമ്പോ അതേപോലെ തന്നെ ഒരു താൽക്കാലികമായ വിശ്രമം നമുക്ക് പോവാനുണ്ടുള്ള ചിന്ത. അതെ, ഒരു കബറാളികൾ നമ്മൾ നോക്കി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ഇതേപോലെ നമ്മളും നാളെ ഒരു കബറാളിയാവുന്ന ഒരു രീതിയിൽ നമ്മൾ എണ്ണണം എന്നുള്ള. വീണ്ടും ഇബ്നു ഉമർ തങ്ങൾ പറയുന്നുണ്ട്, വൈദാ അംസൈത ഫലാ തന്തദിരി സ്വബാഹ്. നീ ഒരു പ്രദോഷമായാൽ അടുത്ത പ്രഭാതത്തെ നീ പ്രതീക്ഷിക്കേണ്ടതേ ഇല്ല. വൈദാ അസ്ബഹത ഫലാ തന്തദിരിൽ മസാ. പ്രഭാതമായാൽ ഒരു വൈകുന്നേരം വരുമെന്നും നീ പ്രതീക്ഷിക്കേണ്ടതില്ല. ഖുദ് മിൻ സിഹതിക ലിമർദിക. ആരോഗ്യമുള്ള കാര്യത്ത് നീ കാര്യങ്ങളൊക്കെ ചെയ്യുക രോഗം വരുന്നതിന്റെ മുന്നേ. വമിൻ ഹയാതിക ലിമൗതിക. മരണം എപ്പോഴും സംഭവിക്കും, അതിന്റെ ജീവിതകാലത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. നമുക്ക് ഈ ബർത്ത്ഡേകൾ നമ്മോട് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്, ജീവിതത്തിൽ നിന്ന് ഒരു ആയുസ് കൂടി കടന്നുപോയി. നമ്മൾ ആയി എന്നല്ല പറഞ്ഞു, കടന്നു പോകുന്ന ജീവിതത്തിന്റെ ചില ഇരകൾ മാത്രമാണ് ഓരോ ബർത്ത്ഡേകളും. അല്ലാഹു തആല നമ്മുടെ ജീവിതം ധന്യമാക്കി തരുമാറാവട്ടെ എന്നാണ് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്.